എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിമ്മി. വെൽക്കം ടു മൈ ചാനൽ. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്നെ ആരും കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല ഇതിനകത്ത് യൂട്യൂബിലൊന്നും. പിന്നെ ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ ഞാൻ തുടങ്ങാൻ പ്ലാൻ ചെയ്തതിൻ്റെ കാരണം ഞങ്ങളൊരു റോഡ് ട്രിപ്പ് പോവാണ്. മുംബൈ ടു കൊച്ചി. ഞാൻ മുംബൈ സെറ്റിൽഡാണ്, ഇവിടെയാണ്. പക്ഷെ എൻ്റെ പ്രോപ്പർ പ്ലേസൊക്കെ കേരളത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ റോഡ് ട്രിപ്പ് പോണത്. ഒരു 1 month ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പല ബ്രേക്ക് എടുത്തിട്ടാണ് നമ്മൾ പോണത്. അതുകൊണ്ടാണ് ഇത്ര ദിവസം പിടിക്കുന്നത്. അപ്പോൾ ഒരു 10 days എടുത്തിട്ടാണ് നമ്മൾ നാട്ടിലെത്തണുള്ളൂ, കേരളത്തിലെത്തുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ രാവിലെ ഒരു അപ്പോൾ 10 days നമ്മൾ അങ്ങോട്ട് പോകാനും ഒരു 10 days നമ്മൾ അവിടെ കേരളം കാണാനും കേരളത്തിൽ കറങ്ങാനും പിന്നെ റിട്ടേൺ ഒരു 10 days. അങ്ങനെയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 2 ദിവസത്തിൽ ഞങ്ങൾ ഇറങ്ങും. അപ്പോൾ അതിനു മുമ്പ് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളൊരു രാവിലെ ഒരു 6:30 6 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങണം. ഇറങ്ങിയാൽ ഒരു ഈവനിങ്ങിൽ കൊൽഹാപ്പൂർ എത്തും. കൊൽഹാപ്പൂർ എത്തിയാൽ അവിടെ ഒരു ആ ദിവസം രാത്രി പിന്നെ ഒരു 1 more night, അങ്ങനെ 2 nights നമ്മൾ അവിടെ താമസിക്കണം. കാരണം കൊൽഹാപ്പൂരുണ്ട്, കുറച്ച് സൈറ്റ് സീയിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണണം. ഞാൻ ഇതൊരു പോയിട്ടില്ല, ഒക്കെ കാണാനേ പോകണുള്ളൂ. കണ്ടു കഴിയുമ്പോൾ നിങ്ങളോട് പറയാം എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന്. പിന്നെ കൊൽഹാപ്പൂരിൽ നിന്ന് നമ്മൾ മൈസൂരാണ് പോണത്. പക്ഷെ മൈസൂരിലേക്ക് പോകണമെങ്കിൽ നല്ല ഫാറാണ്, കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട് ഇടയിൽ നമുക്ക് അവിടെ ഒരു സ്റ്റേ ആവശ്യമാണ്. രാത്രി നമ്മൾ അധികം ഫുള്ള് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ, ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പം ഇടയിൽ നമ്മൾ ദാവൻഗിരി ഒരു 1 night സ്റ്റേ ഉണ്ടാവും. അപ്പോൾ ദാവൻഗിരിയിൽ നിന്ന് പിന്നെ മൈസൂർ ഒരു 2 days ആണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. മൈസൂരിൽ നിന്ന് 2 days കഴിഞ്ഞ് പിന്നെ കൂർഗ് ഒരു 2 days. പക്ഷേ ഈ മൈസൂരും മൈസൂരും കൂർഗൊന്നും ഞങ്ങൾ ബുക്കിംഗ് ചെയ്തിട്ടില്ല, ഹോട്ടൽ ബുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം മൈസൂർ എക്സ്റ്റെൻഡ് ചെയ്യാൻ തോന്നിയാലോ കൂർഗിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ തോന്നിയാലോ ഒന്നും അറിയില്ലല്ലോ. അപ്പം ഞങ്ങൾ കൊൽഹാപ്പൂർ മാത്രം ഇപ്പോൾ ബുക്ക് ചെയ്തിട്ട് പോകണുള്ളൂ. റിസ്ക് എടുത്ത് പോവാണ്. ഇപ്പോൾ പീക്ക് സീസൺ അല്ലാത്തത് കൊണ്ട് റൂംസൊക്കെ അവൈലബിൾ ആകും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ റിസ്ക് എടുക്കണ്ട. പീക്ക് സീസൺ ആണെങ്കിൽ ആരും ചെയ്യരുത്, എല്ലാവരും ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ മൈസൂരിൽ നിന്ന് കൂർഗ് പോയിട്ട് കൂർഗിൽ നിന്ന് വയനാട്ടിലേക്കാണ് പോകാൻ പ്ലാൻ. വയനാട്ടിലൊരു 3 days നമുക്ക് വേണം. ഞാൻ ഇതുവരെ വയനാട് പോയിട്ടില്ല. ഞാൻ കേരളം കുറേ കറങ്ങിയിട്ടുണ്ട്, എങ്കിലും വയനാട് ഇതുവരെ പോയിട്ടില്ല. എല്ലാവരും നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു 3 days വേണമെന്ന് പറയുന്നത്. ഒരു ഹോട്ടലിൽ താമസിച്ചാൽ പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കുറേ ദൂരം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താമസിച്ചാൽ അടുത്ത സ്ഥലത്ത് വേറെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് വേണം നമ്മൾ അടുത്ത ഹോട്ടൽ ബുക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ വേറെ കുറച്ചും കൂടെ ഫാറായിട്ടുള്ളത് അങ്ങനെ പോകണം. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഇതായി പോകും, അത് ശരിയാവില്ല. അങ്ങനെ ട്രാവലിങ്ങിന് മാത്രമേ പിന്നെ നേരം കിട്ടുള്ളൂ, നമുക്ക് സൈറ്റ് സീയിങ് ഒന്നും നടക്കില്ല. പിന്നെ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് പിന്നെ ആലുവയാണ് എൻ്റെ പ്രോപ്പർ സ്ഥലം. അപ്പോൾ ആലുവയിൽ ആക്ച്വലി ഞങ്ങളിത് പ്ലാൻ വന്നത് തന്നെ ഒരു കല്യാണം ഉണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാനാണ് ഈ പ്ലാൻ മുഴുവനും ഇത് തുടങ്ങിയത്. അപ്പോഴാണ് റോഡ് ട്രിപ്പ് ആവാം എന്നിങ്ങനെ തോന്നിയത്. 24th കല്യാണമാണ്, ഒരു കല്യാണം. അപ്പോൾ അതിൻ്റെ ഒരു തലേദിവസ പരിപാടി എന്ന് പറയില്ല, അതാണ്ട് 22nd അങ്ങനെ 2 പരിപാടിയുണ്ട്. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്കൊരു കാര്യമുണ്ട്. എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു 7th standard വരെ പഠിച്ചിരുന്ന, എൻ്റെ കൂടെ പഠിച്ചിരുന്ന കൊച്ചു കുട്ടികൾ, ഇപ്പോഴും എൻ്റെ മനസ്സിലവരൊക്കെ കൊച്ചു കുട്ടികളാണ്. അവരുടെയൊക്കെ ഫേസൊക്കെ എനിക്ക് ഇപ്പോഴും അതുപോലെ എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഇപ്പം ഒരു മാസമായിട്ട് അവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ചയായിട്ടുള്ളൂ എന്നെ ആഡ് ചെയ്തിട്ട്. അപ്പോൾ ഞാനും കൂടെ എത്തുന്ന ഒരു സമയം നോക്കി അവർ 22nd അവർ ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും. അപ്പോൾ ഇത്തിരി ഗ്രാൻഡായിട്ട് ചെയ്യണ ലക്ഷണം കാണുന്നുണ്ട്. അവർ ഒരു ഹോളൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവിടെ കാരോക്കെയുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവരും പാടണം, ഓക്കെ ട്രൈ ചെയ്യാം, അതും ട്രൈ ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോഴും ഞാനും ഇരിക്കുന്നത്. നോക്കാം. അപ്പം അതുണ്ട് അതിൻ്റെ ഇടയിൽ.
പിന്നെ റിലേറ്റീവ്സ് ഒക്കെ കാണണം. പിന്നെ കേരളം കുറേ കാണണം. ഏറ്റവും കൂടുതൽ ഞാൻ കേരളത്തിൽ കണ്ടേക്കണ ഒരു സ്ഥലം, എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് മൂന്നാർ. ഞാൻ എത്ര തവണ പോയെന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഐഡിയ ഇല്ല. എല്ലാ തവണയും നാട്ടിൽ പോകുമ്പോൾ ഞാൻ പോകും, മൂന്നാർ പോകും. അതിന് ഇത്തവണ അറിയില്ല, ചിലപ്പോൾ അവിടെ ഇനിയും പോകും. പിന്നെ ആലപ്പുഴയൊക്കെ പോയിട്ടുണ്ട്. കഴിഞ്ഞാൽ എവിടേക്കാണെന്ന് അറിയില്ല. കേരളം കുറച്ച് കറങ്ങാനുണ്ട് ഇനി. എത്ര കണ്ടാലും മതിയാവില്ല. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭംഗി അത് നമ്മൾ പുറത്തൊക്കെ ഉള്ളവർക്കാണ് കൂടുതൽ അറിയണേ. നിങ്ങളൊക്കെ അവിടെ കേരളത്തിലുള്ളവരാണെങ്കിൽ അവർക്ക് അത്ര തോന്നില്ല. പക്ഷെ എനിക്കൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ ഒരു ഭംഗിയും അതൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് കേരളം കറങ്ങണം. പിന്നെ റിട്ടേൺ ഇതുപോലെ ഒരു 10 days എന്ന് പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ വേളാങ്കണ്ണി മധുരൈ, പോണ്ടിച്ചേരി, വേളാങ്കണ്ണി, മദ്രാസ്, പിന്നെ എവിടെയൊക്കെയാണെന്ന് എനിക്ക് അത്ര ഐഡിയ ഇല്ല. എൻ്റെ ഹസ്ബൻഡാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്യണത് അതിൻ്റെ. അപ്പോൾ ഈ റൂട്ടിൻ്റെ ലിസ്റ്റ് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കുറേ സ്ഥലങ്ങളൊക്കെ റിട്ടേണിൽ ഞങ്ങൾ കവർ ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു 30 days. അപ്പോൾ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ ഈ ഫേസ്ബുക്കിലുണ്ട്, എൻ്റെ ഫേസ്ബുക്കിൽ നിമ്മി മഞ്ജലി. അപ്പം ഞങ്ങളിങ്ങനെ ഇൻ്റർനാഷണൽ ടൂറും ഡൊമസ്റ്റിക് ടൂറൊക്കെ കുറേ ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഞാനിങ്ങനെ ഫേസ്ബുക്കിലിടും. അപ്പോൾ എല്ലാവരും എന്നോട് പറയും ഞങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി, അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. ഇപ്പം തന്നെ ഞങ്ങളിങ്ങനെ റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു ഇടണോട്ടെ, ഞങ്ങൾക്ക് കാണുന്ന സ്ഥലമൊക്കെ. ഞാൻ ഓക്കെ എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലാവട്ടെ, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് തുടങ്ങിയത്. അപ്പോൾ ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ദിവസത്തെയും വീഡിയോസും ഫോട്ടോസും ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എല്ലാവരും കാണണം, എൻജോയ് ചെയ്യുമെന്ന് എനിക്ക് തോന്നണം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ മിസ്റ്റേക്സ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ഇത് ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പോൾ ക്ഷമിക്കണം മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായാൽ. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും താങ്ക്സ്. ഇത്രയും നേരം കേട്ടിരുന്നതിന് എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, സീ യു ഓൾ, ബൈ.